നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ 10 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ടും ശ്രമിക്കാത്ത പക്ഷം ആ വീട്ടിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ ഒരു വലയമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതം തകർച്ചയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമുക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്നും നമ്മുടെ കുടുംബത്തിലേക്ക് എന്നും സന്തോഷം കടന്നു വരണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അതിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുമുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന, ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ 10 കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റാനായിട്ടും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയുടെ വലയമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമ്മളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് പോസിറ്റീവ് എനർജി ആയിരുന്നാൽ മാത്രമേ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെയും നമ്മുടെ ആ ഒരു കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ. നേരെ മറിച്ച് നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകില്ല. മാത്രമല്ല, ആ ഒരു വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും ധനനഷ്ടവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ കാരണം വീട്ടിലുള്ള നെഗറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ ഏതൊരു വീടായാലും ഏതൊരു കുടുംബമായാലും അവിടെ പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഈ ഒരു നെഗറ്റീവ് എനർജി നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. ആ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതായി അവിടെ പോസിറ്റീവ് എനർജി വരികയുള്ളൂ. ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് വവ്വാലുകളെ കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ, ചില വീടുകളിൽ നമ്മൾ ഈ ഒരു വീടിന്റെ കോർണർ ഭാഗങ്ങളിലൊക്കെ വവ്വാലുകൾ കൂടുകൂട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ദിവസവും വവ്വാലുകളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നത്, ഹുക്ക് പോലുള്ള സ്ഥാനങ്ങളിലൊക്കെ വവ്വാലുകൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. വവ്വാലുകൾ കൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കണം. കാരണം ഈ ഒരു വവ്വാലുകൾ ദുഷ്ടശക്തികളെ ആകർഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ വവ്വാലുകൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാനുള്ള മാർഗം നിങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ വീട്ടിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ ഒരു വലയമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ജീവിതം തകർച്ചയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വവ്വാലുകൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പുറത്തായാലും ഇങ്ങനെ ചുറ്റിത്തിരിയാനായിട്ട് അനുവദിക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈ പറഞ്ഞതുപോലെ ദുഷ്ടശക്തികളെ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് വവ്വാലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ദുഷ്ടശക്തികളുടെ സാമീപ്യവും ഉണ്ടാകും. അതുവഴി നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാവിന്റെ കൂടാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചില വീടുകളിൽ നമുക്ക് പ്രാവിന്റെ കൂടുകൾ കാണാനായിട്ട് സാധിക്കും. എയറോസ് പോലുള്ള സ്ഥാനങ്ങളിലൊക്കെ പ്രാവ് കൂടുവയ്ക്കുന്നത് പല വീടുകളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പലരും അതത്ര ഗൗരവത്തിൽ കാണാറില്ല. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകളിൽ എപ്പോഴും വഴക്കായിരിക്കും. കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുക, വീട്ടിലൊരു മനസ്സമാധാനം ഇല്ലാത്ത സാഹചര്യം, എപ്പോഴും ധനനഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കുക, വീട്ടിലുള്ളവർക്ക് രോഗദുരിതങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കുക.
ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ പ്രാവ് കൂടുകൂട്ടിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവിടെ നിന്നും നശിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അത് അവിടെ തുടരാനായിട്ട് അനുവദിക്കരുത്. ഈ പറഞ്ഞതുപോലെ ഇതും നമ്മുടെ വീട്ടിന് സമ്മാനിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും സംശയമുണ്ടാകും, വീട്ടിൽ പ്രാവിനെ വളർത്തുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീടിന് പുറത്താണ് പ്രാവിനെ വളർത്തുന്നത്. വീടിന് പുറത്ത് കൂട് കെട്ടി പ്രാവിനെ വളർത്തുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ വീടിനുള്ളിലായിട്ട്, അതായത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ എയർ ഹോസിലൊക്കെ പക്ഷിക്കൂടുകൾ നിൽക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രാവിന്റെ കൂടുണ്ടാകുന്നത് വളരെ ദോഷകരമാണ്. അപ്പൊ വീടിനുള്ളിലല്ലാതെ വീടിന് പുറത്തായിട്ട്, അതായത് ആ ഒരു വീട്ടിന് പുറത്തായിട്ട് നിങ്ങൾക്ക് കൂട് കെട്ടി വളർത്തുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടിലെ വിൻഡോയുടെ ഗ്ലാസ് പൊട്ടുന്നത്, അതുപോലെ തന്നെ മറ്റെവിടെയെങ്കിലും ഡെക്കറേഷനൊക്കെ വെച്ചിട്ടുള്ളത്, നമ്മളിപ്പം സ്റ്റെയർ കേസിന്റെ സൈഡിലൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ച് അലങ്കരിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ പൊട്ടിയ ഗ്ലാസ് സൂക്ഷിച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ്, നമുക്കിപ്പം ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ അത് മാറ്റാൻ സാധിച്ചു എന്ന് വരില്ല. ചില വീടുകളിൽ വർഷങ്ങളോളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാകും. എന്നാൽ അത് നിങ്ങളുടെ വീട്ടിന് സമ്മാനിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതുവഴി നിങ്ങളുടെ വീട്ടിൽ ധനനഷ്ടം ഉണ്ടാകാനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഗ്ലാസ്സും ആയിക്കൊള്ളട്ടെ, ജനലിന്റെ ഗ്ലാസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഡെക്കറേഷന് വെച്ചിട്ട് ഇരിക്കുന്ന ഗ്ലാസ്സുകൾ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കാനായിട്ട് പാടില്ല. അത് അപ്പം തന്നെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ആ ഒരു ഗ്ലാസ് മാറ്റാനായിട്ട് ചിലവിടേണ്ടി വരുന്നത് 1000 രൂപയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അതിനേക്കാൾ എത്രയോ വലിയ തുകയായിരിക്കും. വീട്ടിൽ എപ്പോഴും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കുന്നതാണ്. അലമാരയിൽ കണ്ണാടി ഉണ്ടാവാം, അതുപോലെ തന്നെ നമ്മൾ മുഖം നോക്കാനായിട്ട് മറ്റ് കണ്ണാടികൾ ഒക്കെ വാങ്ങി വയ്ക്കാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ പൊട്ടിയ കണ്ണാടി നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അത് ദാരിദ്ര്യത്തെ ആയിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും വീട്ടിലെ കുടുംബകലഹം ഉണ്ടാവാനും ഇത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പൊട്ടിയ കണ്ണാടി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടില്ല. അത് പൊട്ടിയ ഉടനെ തന്നെ എടുത്ത് കളയാനായിട്ട് ശ്രമിക്കണം. ചില ആളുകൾ സൈഡാണ് പൊട്ടിയത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനേ പാടില്ല. ഇനി ചില വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, പൊട്ടിയ കണ്ണാടി എടുത്ത് മുകളിൽ കൊണ്ടുവയ്ക്കും, കളയില്ല, അത് അവിടെ സൂക്ഷിച്ചു വയ്ക്കും, ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ വീടിനുള്ളിൽ അങ്ങനെ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ അത് നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഇനി അടുത്ത ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വീട്ടിൽ ചിലന്തി വല ഉണ്ടാവുക എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ചിലന്തി വല ഉണ്ടാകാനായിട്ട് പാടില്ല. ചിലന്തി വല ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള ഒരു ഐശ്വര്യക്കേടാണ് അത് കാണിക്കുന്നത്. നെഗറ്റീവ് എനർജിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എവിടെയായാലും ചിലന്തി വല കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി തുടർച്ചയായിട്ട് ഇങ്ങനെ ചിലന്തി വല വീണ്ടും വീണ്ടും എത്രയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിനുള്ളിൽ നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ നിങ്ങൾ എത്ര തവണ ചിലന്തി വല കണ്ടു കഴിഞ്ഞാലും അപ്പൊ തന്നെ അത് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം കൂടുതലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട്, അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചില പരിഹാരങ്ങൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഉപ്പ് ഉപയോഗിച്ച് വീടിന്റെ തറയൊക്കെ ഒന്ന് തുടയ്ക്കുക, അതുപോലെ തന്നെ വീടിന്റെ റൂമുകളുടെയൊക്കെ കോർണറിൽ ഒരു ഗ്ലാസ് ബൗളിൽ ഉപ്പ് കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആ ഒരു നെഗറ്റീവ് എനർജിയെ ആ ഒരു ഉപ്പ് അബ്സോർബ് ചെയ്യുകയും ശേഷം നമുക്ക് ആ ഒരു ഉപ്പ് നമ്മുടെ സിങ്കിൽ ഒഴുക്കി കളയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വീട്ടിനുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ചുമരിലെ വിള്ളലാണ്. നമുക്ക് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും കാണാനായിട്ട് സാധിക്കും, ചുമരുകളിൽ വിള്ളൽ വീണിട്ടുണ്ടാവും, സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ടാവും. എന്നാൽ അതാരും അത്ര വലിയൊരു ഗൗരവത്തോടെ കാണാറില്ല.
അതിന്റെ സമയമാകുമ്പോൾ അത് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ഒഴിവാക്കി വിടാറാണ് പതിവ്. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങളുടെ വീടിന്റെ ചുമരില് ഇതുപോലെ സ്ക്രാച്ച്, വിള്ളൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കാണാതിരിക്കാനുള്ള എന്തെങ്കിലും പരിഹാരം നിങ്ങൾ ചെയ്യണം. അത് ചിലപ്പോൾ നമ്മുടെ വീടിന് ചെറിയൊരു സ്ക്രാച്ച് ആയിരിക്കും, വീടിന് അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അടയ്ക്കാനായിട്ടുള്ള അത് കാണാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം അതും നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നിറയ്ക്കുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചുമര് അഴുക്ക് പിടിച്ചിരിക്കുന്നത്, നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ വസ്തുക്കൾ വലിച്ചു വാരി ഇടുന്നത്, ഇതൊക്കെയും ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീടിന്റെ മുകളിലായാലും ഒഴിഞ്ഞ ഭാഗമായാലും ഒക്കെ നമ്മൾ നീറ്റായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മുടെ വീടിനുള്ളിലുള്ള ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗമാണെങ്കിൽ പോലും അവിടെയും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കണം. എന്നാൽ മാത്രമേ ആ വീട്ടിൽ മുഴുവനായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു വലയം ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ മറ്റെല്ലാ ഭാഗവും വൃത്തിയാക്കി ഒരു റൂം മാത്രം ഒഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞിരിക്കും. അപ്പോൾ അത് ആ വീടിനെ മുഴുവനായിട്ടും ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ടാപ്പ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, പൈപ്പ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റേണ്ടതാണ്. ഈ ടാപ്പ് ലീക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഡ്രോപ്പ് ആയിട്ട് വെള്ളം വീഴും. അപ്പൊ അതൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങനെ മാറ്റാറില്ല അല്ലെ. എന്നാൽ ഇങ്ങനെ ഈ ഡ്രോപ്പ് ആയിട്ട് വെള്ളം വീഴുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ധനവും പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ടാപ്പ് ലീക്ക് ചെയ്യുന്നത് വീട്ടിൽ ധനനഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് അപ്പൊ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ടാപ്പ് ലീക്ക് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഒട്ടുമിക്ക ആളുകളും വീടിനുള്ളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഒരു ഭംഗിക്ക് വാങ്ങിച്ചു വെച്ച് അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ സാധിക്കാത്ത ആളുകളും ഉണ്ടാകും. നമ്മുടെ വീടിനുള്ളിലായാലും പുറത്തായാലും ഉണങ്ങിയ ചെടികൾ സൂക്ഷിക്കുന്നത് ഏറ്റവും ദോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വീടിനുള്ളിൽ ചെടി വാങ്ങിച്ചു വയ്ക്കുന്ന സമയത്ത് അതിന് ശരിയായി പരിപാലിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വയ്ക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ വീടിനുള്ളിൽ ഉണങ്ങിയ ചെടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മോശമായി പോയ ചെടികളോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും ഇന്ന് തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം അതും നിങ്ങളുടെ വീടിനുള്ളിൽ നെഗറ്റീവ് എനർജിയാണ് നിറയ്ക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അത്ര ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങളല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തെ അത്രയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത്രയധികം നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്ന, കടബാധ്യതകളെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെയും ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. എപ്പോഴും വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.